കയ്യിലിരിക്കുന്ന ഈ കൊച്ചിനെയും കൊല്ലും, നിൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാളെ കൂടെ കൊന്നിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു. ഇതെല്ലാം കൊണ്ട് പേടിച്ചാണ് യഥാർത്ഥത്തിൽ കൊച്ചു പുറത്ത് പറയാതിരുന്നത് തന്നെ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവൾ പറഞ്ഞു എൻ്റെ മോൾ അത്രയ്ക്ക് അങ്ങ് സൗന്ദര്യമുള്ളതായി ഇങ്ങനെ വിളിച്ചോണ്ട് വരാൻ, എൻ്റെ മോന് ഞാൻ വേറെ പെണ്ണ് കെട്ടിക്കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് ഷാനി പറഞ്ഞത്. നമ്മൾ അറിഞ്ഞില്ല ഇതേപോലെ വിഷം കഴിച്ചിട്ടിരിക്കുകയാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. കൊച്ചിനെ എങ്ങനെയെങ്കിലും കിട്ടണമെന്നുണ്ടായിരുന്നു, എന്തെന്ന് വെച്ചാൽ ആ ടെസ്റ്റെങ്കിലും ചെയ്ത് നോക്കണ്ടേ. ഒരു പാവം പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിക്കുക, പിന്നീട് സൗന്ദര്യമില്ല സ്ത്രീധനമില്ല എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുക, അവരുടെ കൺമുന്നിൽ മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് താമസിപ്പിക്കുക, സ്വന്തം കുഞ്ഞിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക. ആ ക്രിമിനലിന്റെ ദുഷ്ടത്തരങ്ങൾ അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അനിയത്തിക്ക് സുഖമില്ലാന്ന് ഫോൺ ചെയ്ത് വരുന്നു, അങ്ങനെ നിങ്ങൾ അവിടെ പോയി. അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അനിയത്തിയല്ലേ, നിങ്ങളും അമ്മയും കൂടെ ചേർന്നു. അപ്പോൾ ഈ അനിയത്തിയുടെ ഭർത്താവ് വീട്ടിലില്ലായിരുന്നു? ഭർത്താവും വീട്ടിലുണ്ടായിരുന്നു, അമ്മയും വീട്ടിലുണ്ട്. അവൻ എന്നിട്ട് കൂടെ വന്നിട്ടില്ല? ആ സമയത്ത് നിങ്ങളടുത്ത് പറഞ്ഞു? അവര് ശാന്തിവിളയിൽ വന്ന് ശാന്തിവിളയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ വിട്ടപ്പോ അവൻ വന്നില്ലായിരുന്നു. ആ സമയത്ത് നിങ്ങളടുത്ത് പറഞ്ഞു കുറച്ച് വിഷം എന്തോ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? വീട്ടിലെത്തിയപ്പോ ഇവർ ഇതേപോലെ പറഞ്ഞു വിഷം കഴിച്ചിരിക്കുകയാണ് അവള്, അത് ഡോക്ടറിന്റെ അടുത്ത് പറയണ്ട, അഥവാ പറഞ്ഞാലും പഴത്തിൽ എലിക്ക് വിഷം വെച്ചിരുന്ന അത് അറിയാതെ എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു? അവിടെ ചെന്ന് വിഷം കഴിച്ചെന്ന് നിങ്ങൾ പറഞ്ഞോ? ഓ പറഞ്ഞു ഡോക്ടറിന്റെ അടുത്ത്. അങ്ങനെ ഡോക്ടർ എന്ത് പറഞ്ഞു ആ സമയത്തേക്ക്? ഡോക്ടർ പറഞ്ഞു ഇവിടെ ചികിത്സിക്കാൻ പറ്റൂല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാം. അതിനിടയ്ക്ക് അനിയത്തി എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്തൊക്കെ പ്രശ്നം അവിടെ ഉണ്ടായെന്ന്? അങ്ങനെ പ്രശ്നം ഉണ്ടായത് പറഞ്ഞില്ല. അതിന് മുമ്പേ 14-ാം തീയതി ഒരു പെൺകൊച്ചിനെ വിളിച്ചോണ്ടെന്ന് ഇതേപോലെ അവിടെ വഴക്കായിരുന്നു, അവിടെ അവരൊക്കെ ആയിട്ട് വഴക്കായിരുന്നു. പിന്നെ 15-ാം തീയതി ആ വഴക്ക് തന്നെ വീണ്ടും അങ്ങനെ ആ 15-ാം തീയതി നമ്മളെ വിളിച്ചിരുന്നു. അപ്പോഴാണ് ഇതേപോലെ നമ്മളെ മുമ്പിൽ വെച്ച് ആ കാർ എടുത്ത്, കൊച്ചിനെ ഇരുത്തണ ഒരു കാറുണ്ട്, അതെടുത്ത് വെച്ച് ഇവിടെ ദേഹത്ത് അടിച്ചത്. ഓ, അപ്പോൾ ഈ സ്ത്രീധനത്തിന്റെ പേരിലും എല്ലാം യഥാർത്ഥത്തിൽ ഉപദ്രവം തുടങ്ങിയിരുന്നു. അപ്പോഴ് ഇവൻ പറയണ് നിങ്ങളെ മോള് വിഷം കഴിച്ചിട്ടിരിക്കണെന്ന് പുച്ഛിച്ചാണ് പറയണത്. അപ്പൊ നമ്മൾ ആരും വിശ്വസിക്കണ്ട. സംഭവം ഇത്രയും പറയുമ്പോഴും ഈ അനിയത്തെ കുറിച്ച് വിഷം കഴിച്ചിരിക്കുകയാണ്. പിന്നെ അതിന്റെ പിറ്റേ ദിവസം 17-ാം തീയതിയാണ് വിളിച്ച് ഇവക്ക് വലിയ സുഖമില്ല. അവന്റെ അമ്മ അവനും വിളിച്ചില്ല, ഇതേപോലെ സുഖമില്ല, വന്ന് ആശുപത്രി കൊണ്ട്. നമ്മൾ അറിഞ്ഞില്ല ഇതേപോലെ വിഷം കഴിച്ചിട്ടിരിക്കുകയാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. അപ്പോഴ് ഛർദ്ദലാണ്, അതുകൊണ്ട് വന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. അവരാരും കൊണ്ടുപോകില്ല. അവൻ പറയണ് അവൻ കൊണ്ടുപോകില്ല എന്നാണ് അവൻ പറയണത്. നിങ്ങൾ വന്ന് കൊണ്ടുപോയിട്ട് നിങ്ങൾ അങ്ങ് വീട്ടിൽ കൊണ്ടുപോക്കോ, അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഒരമ്മയല്ലേ മരിച്ചു കിടക്കണത്, അപ്പോൾ ഈ കുഞ്ഞിനെ അവസാനമായിട്ടൊന്ന് കാണാനെങ്കിലും. അതുമല്ല അവിടുത്തെ ഡോക്ടർ പറഞ്ഞ ഇതേപോലെ പാല് കുടിച്ചിട്ടുണ്ടോന്ന് അറിയാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അത് നമ്മൾ അതറിഞ്ഞൂടാ. അവർ ഇതുവരെ അതിനെ കുറിച്ചൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല, നമ്മളടുത്ത് അതൊന്നും പറഞ്ഞിട്ടില്ല. 21-ാം തീയതി തൊട്ട് അവനെ കാണാനില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോഴും അവൾ ഈ പൈസയുടെ കാര്യവും ഉരുപ്പടിയുടെ കാര്യവും വസ്തു എഴുതി തരി അവരെന്നെ അവൻ്റെ അച്ഛൻ വഴക്കുണ്ടാക്കണ്, അവൻ്റെ അമ്മ വഴക്കുണ്ടാക്കണം, നിങ്ങൾ വസ്തു എഴുതി തരും, നിങ്ങൾ എന്തരായി. ഞാൻ പറഞ്ഞു മക്കളെ സർവ്വ തന്നെ അവർ ശരിയായി വരട്ടെ, എന്നാലും നമുക്കത് വിൽക്കാനോ നമുക്ക് എഴുതി തരാം. ഇവർ സ്ത്രീധനം കിട്ടാൻ വേണ്ടി തന്നെ എൻ്റെ കൊച്ചിനെ ഇത് ചെയ്തത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവൾ പറഞ്ഞു എൻ്റെ മോൾ അത്രയ്ക്ക് അങ്ങ് സൗന്ദര്യമുള്ളതായി ഇങ്ങനെ വിളിച്ചോണ്ട് വരാൻ, എൻ്റെ മോന് ഞാൻ വേറെ പെണ്ണ് കെട്ടിക്കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് ഷാനി പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു മക്കളെ ഇനി വാ, ഇവിടെ നിൽക്കല്ലേ, ഇവൻ നിന്നെ കൊന്നുകളയും, നീ വാ എഴിച്ചു വാന്ന്. അപ്പം അവനെ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ട് പറഞ്ഞു അമ്മ ഞാൻ വരൂലമ്മ, ഈ മോനുവിനെ വെട്ടി ഞാൻ വരൂലമ്മ, എൻ്റെ കൊച്ചിന് അച്ഛനില്ലാതായി, നീ എഴിച്ചു വാ എന്നപ്പം പറഞ്ഞ് അമ്മ ഞാൻ എൻ്റെ ഭർത്താവിനെ വിട്ട് വരൂല എന്ന് പറഞ്ഞിരുന്നു. ഭർത്താവിന് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. എൻ്റെ കൊച്ചിൻ്റെ അച്ഛനെ വേണം, ഞാൻ എൻ്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞു. അവൾ അത്രയ്ക്ക് സ്നേഹിച്ചു. പക്ഷേ അവസാനമായിട്ടെങ്കിലും അവളെ കാണിക്കാൻ വേണ്ടിയാണ് കുഞ്ഞിനെ ചോദിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. അവിടെ അപ്പൂപ്പന് ഒരു അമ്മൂമ്മയും മാത്രമേ ഉള്ളുവായിരുന്നു. അവരുടെ അടുത്ത് ചോദിക്കാന്ന് വെച്ചാൽ വയസ്സവരല്ലേ, നമ്മളിങ്ങനെ ചോദിക്കും. എന്തായാലും അമ്മൂമ്മ മാത്രം പറഞ്ഞു, അമ്മൂമ്മയുടെ അടുത്ത് പറഞ്ഞു അവരെ കണ്ടെന്ന് മാത്രം ചോദിച്ചു. അവരെ കണ്ടില്ലെന്ന് പറഞ്ഞു. അവരിവിടെ ഇതുവരെ വന്നില്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒന്നും പറയണില്ല, ഇത് മാത്രം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളെന്തോന്ന് ചെയ്യാം, 2 വയസ്സായവർ മാത്രമല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ തിരിച്ചു തന്നെ വന്നു. കൊച്ചിനെ എങ്ങനെയെങ്കിലും കിട്ടണമെന്നുണ്ടായിരുന്നു, എന്തെന്ന് വെച്ചാൽ ആ ടെസ്റ്റെങ്കിലും ചെയ്ത് നോക്കണ്ടേ. 17-ാം തീയതി രാവിലെയാണ് കുഞ്ഞിന് ഇതുപോലെ സുഖമില്ലാതായി പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞ് വന്നത്. പക്ഷേ അതിനുശേഷം 17-ാം തീയതി കഴിഞ്ഞ് പിന്നെ 21-ാം തീയതിയാണ് കൊച്ചി മെഡിക്കൽ കോളേജ് ആശുപത്രി വെച്ച് മരിക്കുന്നത്. ആ 17-ാം തീയതി കഴിഞ്ഞ് 19-ാം തീയതി കൊച്ചിനെ ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കയറ്റി മെഡിക്കൽ കോളേജിൽ.
അതുവരെ ഇവൻ വന്നില്ല. മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി കയറ്റിയപ്പോഴാണ് ഇവൻ വന്നത്. ഇവൻ വന്നതിന് ശേഷമാണ് പിന്നെ അവിടെ കുറച്ച് ഇഷ്യൂസൊക്കെ നടന്ന് 21-ാം തീയതി രാത്രി കൊച്ചു മരിക്കുന്നു. വെളുപ്പിന് വെന്റിലേറ്റർ കയറ്റുന്നു. അതിനു മുമ്പേ അവൻ അവിടെ ഉണ്ടായിരുന്നു. അത് അവിടെ നിന്ന് പോയി. അവൻ പോയതിന് ശേഷമാണ് കൊച്ച് വെന്റിലേറ്ററിലാവുന്നു വരെ. അതിൻ്റെ തലേ ദിവസം കൊച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയ രീതിയിൽ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന കൊച്ചാണ്. ഇവനകത്ത് കയറി സംസാരിച്ച് അവൻ്റെ ഒപ്പം അവൻ അവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് കൊച്ച് വെന്റിലേറ്ററിലാവുന്നതിന് 21-ാം തീയതി രാവിലെ. 21-ാം തീയതി രാത്രി ഒരു 10:30 മണിയോടുകൂടി മരിച്ചു. ഒരു 7-8 മണിയായപ്പോഴത്തേക്ക് അവൻ്റെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ കൊച്ചിനെ വെന്റിലേറ്ററിൽ കയറ്റിയ സമയത്ത് ഇവനെ കാണാനില്ലെന്ന് പറഞ്ഞ് അവരൊരു അഭ്യൂഹം ഉണ്ടാക്കി. അവർ പറയുന്നത് എൻ്റെ മോൻ എതിരായിട്ട് കാണാനില്ല, ഇവ വെന്റിലേറ്റർ കയറിയതിന് ശേഷം. പിന്നെ ഒരു 7-8 മണിയായി മരിക്കുന്നതിൻ്റെ ഒരു 7-8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് രാത്രി ഇവർ അമ്മയും കുഞ്ഞും അമ്മുമ്മയും എല്ലാവരും അവിടെ, അവൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ നിന്ന് പോയി. പിന്നെ ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 10 മണിയോടുകൂടി ഡോക്ടർ മരണ റിപ്പോർട്ട് നമുക്ക് മരിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നു. പിന്നെ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ അവിടെയും ആരെയും കാണാനില്ല, ഇവിടെയും ആരെയും കാണാനില്ല. 22-ാം തീയതി ഇവിടെ ആരും വന്നിട്ടില്ല. അവൻ ചെറുക്കൻ്റെ വീട്ടിലുള്ള ആരും ഇവിടെ വന്നിട്ടില്ല. 22-ാം തീയതി ഇവിടെ വെച്ചിട്ടാണ് 4 മണിയോടുകൂടി നമുക്ക് നമ്മുടെ സംസ്കാരം നടന്നു. കത്തിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് കൊച്ചിൻ്റെ കാരണം കുഞ്ഞ് നമ്മുടെ കുഞ്ഞാണ്. കുഞ്ഞിന് അവസാനമായിട്ട് ഒരു നോക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അന്വേഷിച്ചാണ് അനിയന് 2 പേരാണ് പോയെന്ന് പറയുന്നു. ഈ കുഞ്ഞിനെ അന്വേഷിച്ച് പോയവർ അവിടെ ചെന്ന് എന്തൊക്കെ അടിച്ച് തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ പോലീസുകാർ ഇവിടെ വന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് കൊച്ചിൻ്റെ അച്ഛനും കൊച്ചിൻ്റെ കൊച്ചിച്ചനും കൊച്ചിൻ്റെ സഹോദരനും കൊച്ചിച്ചൻ്റെ മോൻ നിങ്ങൾ 4 പേരും കൂടെ സ്റ്റേഷനിൽ വരണം, ഇതൊന്ന് ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇതൊന്ന് പോയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് കുഞ്ഞിൻ്റെ കാര്യമാണ്. അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു കൊച്ച്, കാരണം ഇവള് അബോധാവസ്ഥയിലും ഒക്കെ കിടക്കുന്ന കൊച്ചാണ്. അപ്പോൾ പാല് കൊടുത്തില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പാല് കൊടുത്തില്ല എന്ന് പറഞ്ഞിരുന്നാലും കൊച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതൊക്കെ സ്ലോ പോയിസണാണ്. എലിവേഷൻ കഴിച്ചാൽ അത് സ്ലോ പോയിസണാണ്. അത് പയ്യെ അവയവങ്ങൾ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് കുഞ്ഞിനും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും കുഞ്ഞിന് ഈ സമയം വരെ ഞങ്ങൾ അന്ന് മരിക്കുന്നതിന് ഒരു 7:30 മണി 6:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ അപ്പോഴും കണ്ടതാണ് കൊച്ചിനെ. അതിന് ശേഷം കുഞ്ഞിനെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. മെയിനായിട്ട് നമുക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു ഇതറിയണം. കുഞ്ഞിനെ ഇവൻ നമുക്ക് കാരണം ഇവൻ പേടിപ്പിച്ചാണ് ഇത് ആര് പുറം ലോകം അറിയാത്തത്. ഇത് നല്ലവണ്ണം പേടിപ്പിച്ചിട്ടുണ്ട്. അന്ന് തന്നെ അമ്മ പറയുന്നുണ്ട്, ആശുപത്രിയിൽ വന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ സ്ത്രീധനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ മാലയും നൈറ്റിയോടുകൂടി ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇവൾ ഇത്രയും സീരിയസ് ആയിട്ട് കിടന്നിട്ട് ഈ മാല കഴുത്തിൽ നിന്ന് ഊരാറായില്ലേ നിങ്ങൾക്കെന്ന് ചോദിച്ചു. അമ്മ ചോദിച്ചു. അമ്മയെ പലയിടത്തു നിന്ന് അപ്പോൾ ജോലി ചെയ്ത വീടുകളിൽ നിന്നൊക്കെ കടമറിച്ച് കൊടുക്കുന്നത് 8,000 രൂപ 7,000 രൂപ പൈസ മറിച്ചാണ് ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവൻ ചോദിക്കുക അപ്പോഴും അവിടെ ആശുപത്രിയിൽ വെച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ വെച്ച് അമ്മയുടെ നൈറ്റോടുകൂടി പിടിച്ചിട്ട് ഈ മാല ഇപ്പോഴും നിങ്ങൾക്ക് ഊരാറായില്ലേ, മോൾ ഇത്രയും സീരിയസ് ആയിട്ട് കിടന്നിട്ടുണ്ടെന്നാണ് അവൻ ചോദിച്ചത്. അപ്പോൾ അവന് ഈ പൈസ എന്നുള്ള 3 സെൻറ്റ് സ്ഥലം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊച്ചിന് ബർത്ത്ഡേക്ക് പൈസ ഇത്തിരി ചിലവുള്ള കാര്യമാണ്. അത് വലിയ ഇതിൽ നടന്ന് അതിന് വേണ്ടി പൈസ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ നിരന്തരം ഉപദ്രവമൊക്കെ ആയത്. ഇവൾ പേടിച്ചിട്ടാണ് സാറേ, യഥാർത്ഥത്തിൽ ഇവൾ പേടിച്ചിട്ടാണ് ആരോടും പറയാത്തത്. കാരണം ഇവൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോകുന്നതാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ജയിലിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ കയ്യിലിരിക്കുന്ന ഈ കൊച്ചിനെയും കൊല്ലും, കൊച്ചിനെ കൊണ്ടുവന്ന് ഈ കയ്യിലിരിക്കുന്ന ഈ കൊച്ചിനെയും കൊല്ലും, നിൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാളെ കൂടെ കൊന്നിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു. ഇതെല്ലാം കൊണ്ട് പേടിച്ചാണ് യഥാർത്ഥത്തിൽ കൊച്ച് പുറത്ത് പറയാതിരുന്നത് തന്നെ.